തമിഴ് സിനിമയിലെ ചോക്ലേറ്റ് ബോയ് ഇമേജിൽ നിന്നും ബ്രഹ്മാണ്ഡ ചിത്രമായ പൊന്നിയിൻ സെൽവനിലെ രാജരാജ ചോളനായി മാറി കോടിക്കണക്കിന് ആരാധകരുടെ മനസ്സ് കീഴടക്കിയ നടൻ അസിസ്റ്റന്റ് ഡയറക്ടറായി കരിയർ തുടങ്ങി. ഇന്ന് സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി വരെയുള്ള വളർച്ച. എന്നാൽ സിനിമയിലെ വിജയങ്ങൾക്കിടയിലും വ്യക്തിജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന താരം. ട്രൂ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നടൻ രവി മോഹൻ അഥവാ നമ്മളേവരും നെഞ്ചിലേറ്റിയ ജയം രവിയുടെ സിനിമാ ജീവിതയാത്രയെക്കുറിച്ചാണ്. 1980 സെപ്റ്റംബർ 10 തമിഴ്നാട്ടിലെ മധുരയിലാണ് രവിയുടെ ജനനം. സിനിമാ രക്തത്തിൽ തന്നെയുള്ള കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പ്രശസ്ത ചലച്ചിത്ര എഡിറ്റർ എ മോഹൻ്റെയും വരലക്ഷ്മിയുടെയും മകൻ. മൂത്ത സഹോദരൻ എം രാജ തമിഴിലെ അറിയപ്പെടുന്ന സംവിധായകനാണ്. ചെന്നൈ ലയോള കോളേജിൽ നിന്നും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദം നേടിയ രവി സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് ഭരതനാട്യവും കരാട്ടയും പഠിച്ചിരുന്നു. വെറുമൊരു നടനാവുക മാത്രമല്ല, സിനിമയുടെ അണിയറ വശങ്ങൾ കൂടി പഠിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. 2001 കമൽഹാസന്റെ ആളവന്താൻ എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. 2003 സഹോദരൻ എം രാജ സംവിധാനം ചെയ്ത ജയം എന്ന തെലുങ്കു റീമേക്ക് ചിത്രത്തിലൂടെയാണ് രവി നായകനായി അരങ്ങേറുന്നത്. സിനിമ വൻ ഹിറ്റായതോടെ രവി എന്ന പേരിനൊപ്പം ജയം എന്ന വിലാസവും കൂടി ചേർന്നു. പിന്നീട് വന്ന എം കുമരൻ, സൺ ഓഫ് മഹാലക്ഷ്മി, ഉനക്കും എനക്കും, സന്തോഷ് സുബ്രഹ്മണ്യം തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തെ തമിഴകത്തെ റൊമാൻറ്റിക് ഫാമിലി ഹീറോ പദവിയിലേക്ക് ഉയർത്തി. തുടർച്ചയായ ഹിറ്റുകൾ അദ്ദേഹത്തെ തമിഴ് സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളാക്കി മാറ്റി. ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജിൽ ഒതുങ്ങാൻ രവി ആഗ്രഹിച്ചില്ല. മികച്ച ആക്ഷൻ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സ്വയം റീബ്രാൻഡ് ചെയ്തു. 2015 സഹോദരൻ രാജയുടെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തനിയൊരുവൻ എന്ന ചിത്രം രവിയുടെ കരിയറിലെ ഏറ്റവും വലിയ മാസ് ഹിറ്റുകളിൽ ഒന്നായി മാറി. മിത്രൻ IPS എന്ന കഥാപാത്രം അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. എന്നാൽ 2022-23 കാലഘട്ടം രവിയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. മണിരത്നത്തിന്റെ സ്വപ്ന പ്രൊജക്റ്റായ പൊന്നിയിൻ സെൽവൻ 1 and 2 ഭാഗങ്ങളിൽ അരുൺമൊഴിവർമ്മൻ അഥവാ രാജരാജ ചോളനായി രവി തിളങ്ങി. ആ വേഷം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ലാൻഡ്മാർക്കായി മാറി. 2 പതിറ്റാണ്ടിലേറെയായി ജയം രവി എന്ന വിളിക്കപ്പെട്ട താരം 2025 തന്റെ പേര് ഔദ്യോഗികമായി രവി മോഹൻ എന്ന് മാറ്റി. സിനിമകളിൽ അഭിനയിക്കുന്നതിനോടൊപ്പം രവി മോഹൻ സ്റ്റുഡിയോസ് എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും അദ്ദേഹം ആരംഭിച്ചു. സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ കപടതയില്ലാത്ത സ്നേഹത്തിന്റെ തെളിവായിരുന്നു ഈ പുതിയ ചുവടുവെപ്പ്. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴും വ്യക്തിജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് താരം ഇപ്പോൾ കടന്നു പോകുന്നത്. 2009 പ്രശസ്ത നിർമ്മാതാവ് സുജാത വിജയകുമാറിന്റെ മകളായ ആരതിയുമായുള്ള രവിയുടെ വിവാഹം. ഇവർക്ക് ആരവ്, അയാൻ എന്നിങ്ങനെ 2 ആൺമക്കളുമുണ്ട്. മൂത്ത മകൻ ആരവ് ടിക് 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 എന്ന സിനിമയിൽ രവിയോടൊപ്പം അഭിനയിച്ചിട്ടുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. ഒടുവിൽ ഈ ദാമ്പത്യം വേർപിരിയലിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ വിവാഹമോചന കേസ് ചെന്നൈ കുടുംബ കോടതിയുടെ പരിഗണനയിലാണ്. ഈ കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ കാരണം വിവാഹമോചന നടപടികൾ പൂർത്തിയാകുന്നതുവരെ സിനിമകളിൽ നിന്ന് താൽക്കാലികമായി ഒരു ഇടവേള എടുക്കുകയാണെന്ന് അദ്ദേഹം ഈയടുത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു നടനെന്ന നിലയിൽ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിയ ചരിത്രമാണ് രവി മോഹൻ്റേത്. വ്യക്തിജീവിതത്തിലെ ഈ കറുത്ത ദിനങ്ങളെയും മറികടന്ന് ശക്തമായ ഒരു തിരിച്ചുവരവുമായി അദ്ദേഹം ബിഗ് സ്ക്രീനിലേക്ക് എത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കാരത്തെ ബാബു, ജീനി തുടങ്ങിയ ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി വരാനിരിക്കുന്നത്. ജയം രവിയിൽ നിന്നും രവി മോഹൻ എന്ന പുതിയ ഐഡന്റിറ്റിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറികൾക്കായി ട്രൂ സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം.